ദിലീപാണ് അതിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയത് എന്നത് തെളിയിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ നിരീക്ഷണം. മറ്റൊന്ന്, ഈ കുറ്റകൃത്യത്തിൽ, അതായത് ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്തതിൽ ദിലീപിന് നേരിട്ടോ അല്ലാതെയോ പങ്കുണ്ട് എന്നതിന് തെളിവില്ല എന്നുകൂടി കോടതി നിരീക്ഷിക്കുകയാണ്. അങ്ങനെ ദിലീപിനെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്ന സാഹചര്യം ആണുള്ളത്. പൾസർ സുനിയും മാർട്ടിൻ ആന്റണിയും മണികണ്ഠനും വിജീഷും സലീമും പ്രദീപുമാണ് ഇപ്പോൾ ഇതാ ദിലീപ് പുറത്തേക്ക് ഇറങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ. നടൻ ദിലീപ്, ഇതാ കുറ്റവിമുക്തനാക്കപ്പെട്ട നടൻ ദിലീപ് കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. 8ാം പ്രതിയായിരുന്ന ദിലീപ് ഇനി പ്രതിയല്ലാതെയാകുന്ന സാഹചര്യമാണുള്ളത്. ഈ കേസിലെ ഗൂഢാലോചന കുറ്റമടക്കം ചുമത്തപ്പെട്ടിരുന്ന ദിലീപ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നു. കാലങ്ങളായി ദിലീപ് ഇത്തരത്തിൽ മുഖ്യധാരയിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മാത്രമാണ് സജീവമായി അദ്ദേഹം തിരികെ വന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇപ്പോഴിതാ ദിലീപിനെ കാത്ത് വലിയൊരു ആരാധക വൃന്ദം തന്നെ കോടതി പരിസരത്തുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മുദ്രാവാക്യം വിളികളോടെ, ആർപ്പുവിളികളോടെയാണ് ദിലീപ് കോടതിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആളുകൾ വരവേൽക്കുന്നത്. അങ്ങനെ ദിലീപിന് വേണ്ടി വാദങ്ങൾ ഉന്നയിച്ചിരുന്ന, ദിലീപിന്റെ ഭാഗമാണ് ശരിയെന്ന് വാദിച്ചിരുന്നവർ വലിയ തോതിൽ തടിച്ചുകൂടി ഈ കോടതി വളപ്പിൽ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അവരാണ് ഇപ്പോൾ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നത്. ദിലീപ് അവരെ കൈയുയർത്തി അഭിസംബോധന ചെയ്തുകൊണ്ട് വാഹനത്തിലേക്ക് പോകുന്നു. ഇനി ദിലീപിന് മാധ്യമങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്നതാണ് അറിയേണ്ടത്. ദിലീപ് വാഹനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനു മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിക്കുവാനുള്ള സാധ്യത കുറവാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പോഴിതാ നടൻ ദിലീപ് വിധി പ്രസ്താവം കേട്ട ശേഷം കോടതിക്ക് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ദിലീപിനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന വലിയ തോതിൽ മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ വാഹനത്തിനടുത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. ദിലീപ് ഈ വിഷയത്തോട് പ്രാഥമികമായി പ്രതികരിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ദിലീപിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. കോടതി വിധി കേട്ട ശേഷം ദിലീപ് പുറത്തേക്ക് ഇറങ്ങുന്നു. ആർപ്പുവിളികളോടെയാണ് ആരാധകർ ദിലീപിനെ വരവേൽക്കുന്നത്. ദിലീപിനെ ഇഷ്ടപ്പെടുന്ന നിരവധിയായ ആളുകൾ ദിലീപിന് വേണ്ടി നേരത്തെയും വാദങ്ങൾ ഉന്നയിച്ചിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെടുമ്പോൾ അവർ വലിയ സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ് എന്നത് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു. ദിലീപിനെ വരവേൽക്കുന്ന സാഹചര്യമാണ്, ആരാധകർ വരവേൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ദിലീപിന്റെ പ്രതികരണം തേടുകയാണ് മാധ്യമപ്രവർത്തകർ. ദിലീപിന് എന്താണ് പറയാനുള്ളത് എന്നതാണ് അറിയേണ്ടത്. ദിലീപ് ഈ ഘട്ടത്തിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുമോ എന്നതിൽ വ്യക്തതയില്ല. ദിലീപിന് ചുറ്റും മാധ്യമപ്രവർത്തകരുണ്ട്. ദിലീപ് വാഹനത്തിലേക്ക് കയറാൻ ആണ് ശ്രമിക്കുന്നത്. ദൈവത്തിന് ആദ്യം തന്നെ നന്ദി പറയണു. സത്യം ജയിച്ചു. ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത്. അതിനായിട്ട് ഈ കേസില് മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെ കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇന്ന് കോടതിയിൽ ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത്. ഈ കേസില് യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തില്
എന്റെ കരിയർ, എന്റെ ഇമേജ്, എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ 9 വർഷം പറഞ്ഞല്ല കേട്ടോ, ഞാനൊന്ന് 9 വർഷം പറഞ്ഞോട്ടെ. ഇന്ന് 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 എനിക്ക് എന്റെ കൂടെ നിന്ന എല്ലാ കുടുംബാംഗങ്ങളോടും, എന്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളോടും, അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് പേര്, കോടിക്കണക്കിന് ആൾക്കാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. അതുപോലെ ഈ 9 വർഷത്തോളം എനിക്ക് വേണ്ടി അഹോരാത്രം എനിക്ക് വേണ്ടി അത് ആത്മാർത്ഥമായിട്ട് ഡിഫെൻഡ് ചെയ്ത എന്റെ പ്രിയപ്പെട്ട ലോയേഴ്സ്, അതില് നിങ്ങൾക്കെല്ലാം